മലയാളികളെല്ലാവരും ഇപ്പോൾ രേണുവിന് പിന്നാലെയാണ് എന്ന് പറയാം. രേണുസുതി എന്തു ചെയ്യുന്നു, രേണുവിന് എന്തൊക്കെ സംഭവിക്കുന്നു, രേണുവിനെ ആരൊക്കെ സഹായിക്കുന്നു, രേണുവിനെ പിന്തുണയ്ക്കുന്നവർ മാത്രമല്ല മറിച്ച് കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കുന്നവരും ഇങ്ങനെ തന്നെയാണ് രേണുവിന് പിന്നാലെ നടക്കുന്നത് എന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ പ്രേക്ഷകരുടെ അരികിലേക്ക് എത്തുന്നത് ഒരു വീഡിയോ ആണ്. സീമാജി നായരെക്കുറിച്ച് രേണു പറയുന്ന ഒരു വീഡിയോ. രേണുവിനെ സഹായിക്കാനായി എല്ലാവരെയും പോലെ തന്നെ സീമയും അവിടെ എത്തി. എന്നാൽ പൊതുവെ എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള സീമയ്ക്ക് രേണുവിൻ്റെ അരികിൽ വന്നതിന് ശേഷം വലിയ നെഗറ്റീവ് കമൻറ്റുകളാണ് ലഭിക്കുന്നതെന്ന് കണ്ടു. എന്തിനാണ് എന്നെ സഹായിക്കുന്നവരെ ഇങ്ങനെ നിങ്ങൾ ദ്രോഹിക്കുന്നത്? ഇത്രയും നാളും നിങ്ങൾക്ക് സീമ ചേച്ചി നല്ലവളായിരുന്നു. എന്നെ സഹായിച്ചപ്പോൾ എങ്ങനെയാണ് സീമ ചേച്ചി ഇത്ര നിങ്ങൾക്ക് ദുഷിപ്പുള്ള ഒരാളായി മാറിയത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നോടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വെറുപ്പ്, അതെനിക്ക് മനസ്സിലാകുന്നു. എന്നെ സഹായിക്കുന്നവരെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്നെ സഹായിക്കുന്നവർ സഹായിക്കട്ടെ എന്ന് കരുതാത്തത് എന്താണ്? എന്തിനാണ് അല്ലാതെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം തിരക്കിട്ട് അറിയുന്നത്? സീമ ചേച്ചി എന്നെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളെ സീമ ചേച്ചി എന്തു ചെയ്തു? സീമ ചേച്ചി എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഞാനെല്ലാം നിർത്തുകയാണ്. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ വരുന്നവരുടെ കാര്യം പറയുന്നതായിരിക്കാം നിങ്ങളുടെ പ്രശ്നം. എന്നെ സഹായിക്കാൻ വരുന്നവരെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അവർ വന്ന് സഹായിച്ചിട്ട് പോട്ടെ. എന്തിനാണ് അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? സീമ ചേച്ചി എന്നെ ഒരുപാട് സഹായിച്ചു. അത് വെച്ച് എനിക്ക് ഒരുപാട് മരുന്നുകളൊക്കെ വാങ്ങാൻ പറ്റി. അങ്ങനെ ഓരോരുത്തരും എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്ര നന്നായി ജീവിക്കാൻ സാധിക്കുന്നത്. മരുന്നുകൾ വാങ്ങിക്കാനും ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ നിങ്ങൾ കാരണം അത് ഓരോന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ചും ബുദ്ധിമുട്ടിനെക്കുറിച്ചും അറിയാത്തവരാണ് ഭൂരിഭാഗം പേരും. അവരാണ് ഇതൊക്കെ പറയുകയും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ദ്രോഹിക്കുന്ന കുറച്ചു പേരുണ്ട്. അവർക്ക് എന്ത് നേട്ടം ഇതിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും എനിക്കറിയില്ല എന്ന് രേണു പറയുന്നു. ഇപ്പോഴും അവർ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർക്കും എനിക്കും ഇടയിലെ പ്രശ്നമെന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. എനിക്ക് ക്യാൻസറാണ് എന്ന് പറഞ്ഞിട്ട് പോലും ആ ശത്രുത മാറുന്നില്ല. ശത്രുവിന് പോലും ഇങ്ങനൊരു അസുഖം വരരുതേ എന്നാണ് ഇത് അടുത്തറിയുന്നവർ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എന്നിട്ടും ഞാൻ മരിക്കാൻ വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നവരാണ് നിരവധിയെന്ന് രേണു പറയുന്നു. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇത് മാറുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്കത് വളരെയധികം ഇഷ്ടമാണ് എന്ന് തന്നെ പറയാം. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.